ഇതൊക്കെ നടക്കുമ്പോഴും നമ്മൾ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ കാണാതെ പോരുത്. അതായത് സേ നോ ടു വാർ, ഡീഎസ്കലേഷൻ. അതെ. അതിനൊപ്പം തന്നെ ഡീഎസ്കലേഷന്റെ കരച്ചിൽ കേൾക്കുന്നത് പാകിസ്ഥാനെ തല്ലുകൊള്ളുമ്പോൾ മാത്രമാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അപ്പോൾ പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ സമൂഹം, ഇപ്പോൾ കേരളത്തിൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒരുപാട് പേർ, അതായത് ഇന്ത്യയുടെ സൈനിക നീക്കത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒരു വലിയ കാര്യമാണ്. അതായത് പല ബുദ്ധിജീവികളും എഴുതി മറിക്കുന്ന ജീവൻ, യുദ്ധം ഒരിക്കലും പരിഹാരമല്ല, യുദ്ധം കൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ എന്നൊക്കെയുള്ള പല നമ്മൾ നേരത്തെ സന്ദേശത്തിൽ പറഞ്ഞ പോലെ ശങ്കരാടിയുടെ താത്വിക അവലോകനങ്ങൾക്ക് അതേ പാർട്ടിയിൽ നിന്ന് തന്നെ നല്ല ശക്തമായ പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? പീഡ ഒരു എറുമ്പിനും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച ശ്രീനാരായണ ഗുരുദേവനാണ് നമുക്ക് അഹിംസയുടെ പാഠങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അതെ. പക്ഷേ തല്ല് കൊണ്ട് കഴിഞ്ഞിട്ട് അത് കൊണ്ട് വീട്ടിൽ പോവുക എന്ന് പറയുന്നത് ഭീരുത്വമാണ്. തിരിച്ചടിക്കാൻ, പ്രതികരിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ ഭീരുത്വമാണ്. തിരിച്ച് പ്രതികരിച്ച് കഴിയുമ്പോൾ, തിരിച്ചടിച്ചു കഴിയുമ്പോൾ, കാരണം ഇതൊരു ശല്യമായിട്ട് കൂടിയിട്ട് 30-35 കൊല്ലമായി, കഴിഞ്ഞൊരു 35 കൊല്ലമായിട്ടാണ് ഇതിന് മാത്രം ഭീകരാക്രമണങ്ങൾ വന്നിരിക്കുന്നത്. 1990 നിന്ന് മുതൽ, അന്ന് മുതൽ ഇങ്ങനെയുള്ള ഭീകരാക്രമണങ്ങൾ വന്നിരിക്കുന്നത്. അതിന് മുന്നേ മിലിറ്ററി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭീകരാക്രമണങ്ങൾ 10-35 കൊല്ലമായിട്ടാണ്. ഇന്ത്യ സാമം, ദാനം, ഭേദം, ദണ്ഡം എല്ലാം നോക്കി. ഇതിപ്പോൾ ദണ്ഡത്തിൻ്റെ ഏറ്റവും കൂടിയ ലെവലിലേക്കാണ് പോകുന്നത്. അപ്പോഴാണ് ഈ ഡീഎസ്കലേറ്റ് യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നത്. അത് ഭീരുത്വമാണ് ആ പറയുന്നത്, ഭീരുത്വമാണ്. പിന്നെ അജണ്ടയും. ഇതിൻ്റെ അത് കുറേ പേർക്ക് പേടിയായിട്ടാണ്, ഈ ഭീരുത്വമായിട്ടാണ് പറയുന്നത് ഡീഎസ്കലേറ്റ് എന്ന് പറയുന്നത്. കുറേ പേർക്ക് അജണ്ട ഉണ്ടായിട്ടാണ്, കൃത്യമായ അജണ്ട ഉണ്ടായിട്ടാണ് പറയുന്നത്. അതെ. ഇതിൽ വലിയൊരു വൈരുദ്ധ്യാത്മകതയുണ്ട്. അതങ്ങനെയാണല്ലോ അതിന് പറയേണ്ടത്. കാര്യം കേരളം പോലുള്ള സ്ഥലത്തിരുന്നിട്ട്, അതായത് ഇവിടെ നമ്മുടെ പറയുന്നത് നിങ്ങളുടെ മുറ്റത്ത്, നിങ്ങളുടെ മുറിയിൽ മിസൈൽ വീഴുമ്പോൾ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ യുദ്ധത്തിനായിട്ടുള്ള ഇതൊക്കെ അന്നാണ് യുദ്ധക്കൊതി എന്നൊക്കെ പറയുന്നത്. പക്ഷേ വലിയൊരു കാര്യമുള്ളത്, കാര്യം കേരളം എന്ന് പറയുന്ന സ്ഥലം പലപ്പോഴും യുദ്ധങ്ങൾ നേരിടേണ്ടി വരാത്തൊരു സ്ഥലമാണ്. നമ്മുടെ മുറ്റത്തൊന്നും അങ്ങനെ മിസൈലുകളൊന്നും വീണിട്ടില്ല. പക്ഷേ മിസൈലുകൾ വീഴുന്ന സ്ഥലങ്ങളാണ് ഗുജറാത്ത്, പഞ്ചാബ്, അങ്ങനെയുള്ള അതിർത്തി പ്രദേശങ്ങൾ. അവിടെയൊന്നും ആളുകൾക്ക് ഈ മിസൈൽ വന്ന് വീഴുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരാളോട് കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഷെല്ലാക്രമണം വരുന്നുണ്ട്, പാകിസ്ഥാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തെ മാറ്റിപ്പാർത് ഇടയ്ക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ അവരെ മാറ്റിപ്പാർപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ട്രാക്ടറുമായിട്ട് തിരിച്ചു വരും. ഇന്ത്യൻ സൈന്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കാം. അങ്ങനെയാണ്. അതെ. ഈ കേരളത്തിൽ യുദ്ധം വന്നിട്ടില്ല എന്നുള്ളതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് കടലാണ്, വേറൊരു ഇൻ്റർനാഷണൽ ബോർഡർ ഇല്ല. പക്ഷേ എന്നിട്ട് പോലും പാകിസ്ഥാൻ വെല്ലിംഗ്ടൺ ഐലൻഡിൽ കൊണ്ട് ബോംബിട്ട ഒരു ചരിത്രം ഓൾറെഡി ഉണ്ട് നമുക്ക്. പക്ഷെ അത് പൊട്ടിയില്ല. അത് വേറെ കാര്യം, പാകിസ്ഥാനാണ് പൊട്ടിയിടുന്നത്. പക്ഷെ എന്നാൽ പോലും അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് അവന്തിപുര മുതൽ ഭുജ് വരെ, അതായത് വടക്ക് പടിഞ്ഞാറെ അതിർത്തി, ഒരു വര വരച്ചാൽ അങ്ങ് ജമ്മു കാശ്മീരിൻ്റെ മുകളിൽ നിന്ന് പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്തിൻ്റെ ബോർഡർ വരെ ഒരു വര വരച്ച പോലെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് കൊടുമ്പരി കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പാകിസ്ഥാൻ ഇവിടെ കേരളത്തിൽ കൊണ്ട് ഇട്ടില്ല, ബോംബ് കൊണ്ട് വന്ന് കൂടായികയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ S-400 ഇരിക്കുന്നത് ഈ ഒരു നിരയിലാണ്. പാകിസ്ഥാൻ മിസൈൽ അയക്കാനും ഡ്രോൺ അയക്കാനും ഒക്കെ നോക്കുന്നത്. ഇപ്പുറത്തോട്ട് വന്നിട്ടില്ല. ബോംബെ, ഗോവ വഴി നേരെ താഴോട്ട് പോരാ. ഈ അടുപ്പുകൂട്ടി ചർച്ചകളുമൊക്കെ നടക്കുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇത് യുദ്ധം കൊണ്ട് വല്ല കാര്യമുണ്ടോ മക്കളെ, യുദ്ധം കൊണ്ട് നമുക്ക് നഷ്ടമല്ലേ ഉള്ളൂ മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ചകൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന മാധ്യമങ്ങളിലൊക്കെ അടുപ്പുകൂട്ടി ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള, എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കാര്യം
പാകിസ്ഥാനിന് കടം മേടിക്കാനായിട്ട് ആരും ഇല്ലാത്തൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇന്ത്യ കയറി തല്ലിയിട്ട് ആ രാജ്യം ഡിസിൻറ്റഗ്രേറ്റ് ആക്കിയാൽ ലോണൊന്നും തിരിച്ചടക്കണ്ട, IMF-ന്റെ ഉൾപ്പെടെ. നല്ലൊരു ഓപ്ഷനാണ്, അത് നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ പൈസ എടുത്ത് തിരിച്ചടക്കണ്ടല്ലോ. അങ്ങനെ രാജ്യം ഇന്നുണ്ടെങ്കിലല്ലേ പൈസ തിരിച്ചു വയ്ക്കുള്ളൂ. പിന്നെ അടുപ്പൂട്ടി ചർച്ചകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സ്ഥാപിതമായ താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെ പറയുന്നത്. ഭാരതത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്, ഭാരതത്തിലെ ജനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്. ദേശത്തിനെതിരെയും ജനങ്ങൾക്കെതിരെയും അവരുടെ മൊറാൽ തകർക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നടത്തുന്നത്. അപ്പോൾ പിന്നെ അത് വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്തിനാണ് പ്രത്യേകിച്ചും ഇങ്ങനൊരു യുദ്ധ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല, വാർ എമർജൻസി നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ ഭാരതം. എന്നാൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാർ എമർജൻസി പ്രഖ്യാപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോട്ടോക്കോളുകൾ നിലവിൽ വരും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ ഔചിത്യം കാണിച്ചുകൂടെ എന്നുള്ളതാണ് ഇവർക്ക്.